ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ DLSയെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. പലർക്കും ഇപ്പോഴും വിചാരം ഈ ലീഗൽ ഹെൽപ്പ് കിട്ടാനായിട്ട് വലിയ പൈസയൊക്കെ വേണമെന്നാണ്. പക്ഷേ എലിജിബിലിറ്റി ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് അഡ്വക്കേറ്റിനെ വരെ അറേഞ്ച് ചെയ്ത് തരുന്ന സംവിധാനം നമുക്ക് DLSയ്ക്ക് ഉണ്ട്. അത് ആരുടെ ഔദാര്യമൊന്നുമല്ല, നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്ന അവകാശമാണ്. പിന്നെ വുമൻസ്, കുട്ടികൾ, SC/ST വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർ, ഡിസേബിൾഡ് പേഴ്സൺസ്, സീനിയർ സിറ്റിസൺസ്, തൊഴിലാളികൾ, കസ്റ്റഡിയിലോ ജയിലിലോ ഉള്ളവർ, ഇതൊന്നും കൂടാതെ ഈ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടും. ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലീഗൽ അഡ്വൈസ് ചോദിച്ചിട്ട് ആർക്കും പോകാം, ഈ ഒരു കാറ്റഗറിയിൽ നിന്നൊന്നുമില്ല. പക്ഷേ കോർട്ടിൽ കേസ് നടത്താനായിട്ട് ഫ്രീ അഡ്വക്കേറ്റിനെ അറേഞ്ച് ചെയ്യണതെന്ന് ഈ പറഞ്ഞ എലിജിബിലിറ്റി ഉള്ളവർക്കായിരിക്കും. ചെറിയ ഫാമിലി പ്രശ്നങ്ങൾ മുതൽ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിന് വരെ ആൾക്കാർ DLSനെ അപ്രോച്ച് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന്, ഫാമിലി കോർട്ടിൽ നിന്നൊക്കെ മീഡിയേഷനും റെഫറൻസ് വരാറുണ്ട്. ചിലർ നേരിട്ടും ഓഫീസിൽ പോകാറുണ്ട്. പിന്നെ എല്ലാ കാര്യവും നമ്മൾ കോടതിയൊക്കെ കയറി വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ മീഡിയേഷൻ വഴി സംസാരിച്ച് സെറ്റിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യായിരിക്കുന്നത് നല്ലത്. അതായിരിക്കും നമുക്ക് കൂടുതലും നമ്മുടെ സമയവും അതുപോലെ പൈസയും സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനും നല്ലത്. സാധാരണ ഈ DLS ഓഫീസ് വരെ നമ്മുടെ കോർട്ട് ക്യാമ്പസിൽ, അതായത് കോടതിയുടെ ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലായിരിക്കും. അതുപോലെ ഓരോ താലൂക്കിലും TLS എന്ന് പറഞ്ഞൊരു സംവിധാനം കൂടിയുണ്ട്. പിന്നെ ഈ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നേരിട്ട് ഡയറക്റ്റായിട്ട് ഓഫീസിൽ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ ഡയറക്റ്റ് ചെയ്യും. നമുക്ക് ഏതാണ് ലീഗൽ അഡ്വൈസ് ആണോ വേണ്ടത്, മീഡിയേഷൻ ആണോ എന്നുള്ള കാര്യം അവർ തന്നെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.